പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശൻ അതിന് വരുമ്പോഴേക്ക് ദേവേനി ചായയും പലഹാരമൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇത് കാണുന്ന ജാനകിക്കും ജലജയ്ക്കും അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു മകനും മരുമകളും വരുമ്പോഴേക്കും എല്ലാം ഒരുക്കി വെക്കുകയാണെന്ന് പറയും. പിന്നെ ജലജയാണെങ്കിലും ദേവേനിയോട് പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തി ഇത്രയും അതം പതിച്ചു പോയല്ലോ എന്ന് പറയും. അപ്പോൾ ദേവേനി ചോദിക്കുകയാണ് അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഏട്ടത്തി ഇപ്പോൾ അവളുടെ ഒരു ജോലിക്കാരിയായി മാറിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഞാൻ എൻ്റെ മരുമകൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഒരുക്കി വെക്കുന്നതെന്ന് പറയട്ടോ. എന്തായാലും ഏട്ടത്തി ഇപ്പോൾ മരുമകൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളാണല്ലോ കൂടുതലും ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാ, എൻ്റെ മകനൊരു പെൺകോന്തനായി പോയി. ഇപ്പോൾ അവനാണെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെയാണ് ഇഷ്ടം എന്ന് പറയൂട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുമ്പോൾ മുത്തശ്ശി അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയാണ് അങ്ങനെ വേണം ആണുങ്ങൾ ഇങ്ങനെ ഭാര്യമാരുടെ ഇഷ്ടം അറിഞ്ഞ് അവരുടെ ഇഷ്ടം അങ്ങ് മാറ്റി വെക്കണം എന്നൊക്കെ പറയുമ്പോൾ ജലജയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലേ. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു എന്നാലും പെണ്ണുങ്ങളുടെ അടിമയായിട്ട് ഇങ്ങനെ ആണുങ്ങൾ മാറാൻ പാടുണ്ടോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാണ് അടിമയായിട്ട് മാറണം എന്നൊന്നും ആരും പറഞ്ഞില്ല, രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകണം, അങ്ങനെ ജീവിക്കാത്തവരുടെ അവസ്ഥയൊക്കെ ഇപ്പം നിനക്കറിയാലോ എന്ന് പറയട്ടോ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് ഇങ്ങനെ ജലജ ചോദിക്കുമ്പോൾ അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് നിനക്കറിയില്ലേ, അപ്പം നിന്റെ കുട്ടികളുടെ അച്ഛപ്പം നിന്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ അവൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നീ അവനൊരു അങ്ങനെ സമാധാനം ഒരു സ്വസ്ഥത കൊടുത്തിരുന്നോ, അതുകൊണ്ടാണ് അവൻ അവൻ്റെ പാട് നോക്കി പോയത്, ഇനി കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടെന്ന് ഇങ്ങനെ മുത്തശ്ശി പറയാനുണ്ട്. അപ്പോൾ അത് ജലജയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴേക്കും ആദർശും നൈനി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൈനിയുടെ കയ്യിൽ ആ മൊമെൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അവാർഡും പിടിച്ചുകൊണ്ട് നീ തല ഉയർത്തി പിടിച്ച് വാ എന്ന് പറഞ്ഞിട്ട് നൈനിനെ വിളിച്ച് അകത്തേക്ക് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ദേവേനിക്ക് ഇവർ വരുന്ന കാണുമ്പോൾ തന്നെ സന്തോഷമാവുന്നുണ്ട്. ജലജയ്ക്കും ജാനകിക്കും ഒന്നും അതങ്ങ് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ മുത്തശ്ശി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് തന്നെയാണ് നൈന അകത്തേക്ക് ചെല്ലുന്നത്. പിന്നെ മുത്തശ്ശിയുടെ കയ്യിലേക്ക് ആ മൊമെൻ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നോക്കട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു അതെന്തത്ര നോക്കാൻ, അത് ടി വിയിൽ കണ്ടതല്ലേ എന്ന് പറയും, എന്നാലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പിന്നീട് ജാനകിയാണെങ്കിലും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് നിൻ്റെ വീട്ടിൽ കാണിച്ചില്ലേ എന്നൊക്കെ ചോദിക്കട്ടോ. അപ്പോൾ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്ന സമയത്ത് എന്നാൽ പിന്നെ ഈ മൊമെൻ്റ് അവിടെ വെച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ അതുപോലെ തന്നെ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ മോള് ഇങ്ങനെ താമസിക്കുന്ന വീട്ടിൽ തന്നെയാണ് ഇത് വെക്കേണ്ടത്, അത് മുത്തശ്ശൻ വിളിച്ചപ്പോഴും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ നിങ്ങളൊക്കെ കൂടി എന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് പിന്നെ ഒന്നും ഇങ്ങനെ നിർബന്ധിച്ച് പറയാതിരുന്നത് എന്നിങ്ങനെ മുത്തശ്ശി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജാനകി ആണെങ്കിലും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ ആദർശ് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള അവാർഡായിരിക്കും, ഇങ്ങനെ ഏട്ടത്തിയുടെ ഫ്രണ്ടാണല്ലോ ഗ്രേസി, അപ്പോൾ അവരോട് പറഞ്ഞാൽ പിന്നെ അവർക്കത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അവൾക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങ് താഴ്ത്തി കിട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മുത്തശ്ശി ആണെങ്കിലും ആ അവാർഡ് എല്ലാവരെയും കാണിക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ഒരു പീർ അവാർഡ് കിട്ടിയതിന് ഞങ്ങൾ ഇങ്ങനെ അസൂയപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ജലജ പറയുമ്പോൾ അതും അങ്ങനെ ആദർശന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. ഇപ്പോൾ അതുപോലെ തന്നെ വിഷുവൊക്കെ ആയതുകൊണ്ട് ഒരുപാട് കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അവരൊക്കെ അന്വേഷിച്ച് വരുന്നത് നൈനാസ് കളക്ഷൻസ് ആണ്. അപ്പോൾ അതൊക്കെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടാണോ അത് ഇങ്ങനെ അവർ അന്വേഷിച്ച് വരുന്നത്, അതുകൊണ്ട് അങ്ങനെയൊന്നും പറയണ്ട, നമ്മുടെ ജ്വല്ലറിയിൽ ഒരുപാട് ഡിസൈനർമാർ ജോലി ചെയ്തിട്ടുണ്ടല്ലോ, എന്നിട്ട് അവരാരും ഇങ്ങനെ ഒരു അവാർഡ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ ദേവയാനിക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നീട് നൈനിയാണെങ്കിലും ഈ മൊമെന്റ് എവിടെയാണ് വെക്കേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കൂട്ടോ. അപ്പോൾ അത് ഇവിടെ തന്നെ വെക്കാം, എല്ലാവരും വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ഇതാണ് ആദ്യം കാണേണ്ടത് പറഞ്ഞിട്ട് മുത്തശ്ശി അത് അവിടെ കൊണ്ട് അങ്ങ് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും നൈനിക്കാണെങ്കിലും ഒക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആദർശാണെങ്കിലും നൈനിനെ സപ്പോർട്ട് ചെയ്താണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഇനി നീ അവളെ അങ്ങ് പുകഴ്ത്തി അങ്ങ് മുകളിലേക്ക് കൊണ്ടുപോകണ്ട, ഇനി പിന്നെ നിനക്ക് പോലും അവളെ നിയന്ത്രിക്കാൻ പറ്റാതെയാവും. എന്തായാലും പിന്നീട് നൈനിയോട് പറയാണ് എന്തായാലും അവാർഡൊക്കെ വാങ്ങി മല മറിച്ചിട്ട് വന്നതല്ലേ, അതുകൊണ്ട് പോയി ഫ്രഷ് ആയിട്ട് വാ, ചായയും പലഹാരമൊക്കെ എടുത്തു തരാമെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും നൈനി ആദർശ് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നൈനി ആദർശം അങ്ങ് പോകുന്ന സമയത്ത് ജലജ ഇങ്ങനെ ദേവയാനിനോട് പറയാണ് ടി വിയിലൊക്കെ ഇങ്ങനെ ന്യൂസിൽ കാണിച്ചപ്പോൾ നൈന ആദർശ് എന്നാണ് പറഞ്ഞത്, ആദർശ് ഇപ്പോൾ അവളുടെ വാലായി പോയല്ലോ എന്ന് പറയൂട്ടോ. അപ്പോൾ മുത്തശ്ശിക്ക് അത് ഇഷ്ടാവുന്നില്ല. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഭാര്യമാരുടെ വാലായി ഭർത്താക്കന്മാർ നിൽക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അത് നല്ലത് തന്നെയാണ് എന്നുള്ളതിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നീ ഇങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ജലജേനെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശും നൈനയും ഇങ്ങനെ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് അനി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അനിയാണെങ്കിലും അവാർഡൊക്കെ വാങ്ങിച്ച് വന്നോ എന്നൊക്കെ പറഞ്ഞ് നൈനേനെ ഇങ്ങനെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടുകൊണ്ട്
അനാമിക അവിടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ അങ്ങനെ വീട്ടിലേക്ക് പോയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അനിയാണെങ്കിലും. അപ്പോൾ വീട്ടിൽ പോയപ്പോഴാണ് നിന്റെ കൂട്ടുകാരിക്ക് ചിക്കൻ ബോക്സ് ആണെന്നുള്ള കാര്യം അറിഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ആദർശ് ഇങ്ങനെ അനിയനോട് പറയാനായിട്ട്. അപ്പോൾ ആർക്ക് നന്ദുനോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനിയുടെ മുഖം അങ്ങ് മാറുന്ന കാണുമ്പോൾ അനാമിക ഇങ്ങനെ പറയാണ്, ഓ അവന്റെ മുഖം മാറിയത് കണ്ടില്ലേ, അപ്പൊ നിനക്കിപ്പോൾ സങ്കടമായി കാണുമല്ലോ, ഇനിയിപ്പോൾ അവളെ കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഒരാൾക്ക് അസുഖം വരുന്ന സമയത്ത് പിന്നെ മറ്റുള്ളവർ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കൂ കേട്ടോ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ദൈവകോപം കിട്ടിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. ദൈവത്തിന് നിരക്കാത്ത ഓരോ പ്രവൃത്തിയാണല്ലോ അവൾ ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും ചിക്കൻ ബോക്സ് വന്നത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയല്ല, ഇങ്ങനെ ദേവി കടാക്ഷിക്കുന്ന സമയത്താണ് ചിക്കൻ ബോക്സ് വരിക എന്നുള്ളതാണെന്ന് പറയൂട്ടോ. അപ്പോൾ ഓരോന്നിനും ഓരോ ന്യായം ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അനാമികയുടെ ഭാഗം അങ്ങ് ന്യായീകരിക്കുകയാണ് കേട്ടോ. പിന്നീട് അതിന്റെ പേരിൽ അവിടെ ഇങ്ങനെ ചെറിയൊരു വഴക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നയനയ്ക്ക് ഇങ്ങനെ അവാർഡ് കിട്ടി വന്നതാണല്ലോ, അപ്പൊ അതിന്റെ സന്തോഷം നീ തല്ലിക്കെടുത്തരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ആദർശിനോടാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ പണം കൊടുത്താണോ ഇവൾക്ക് ഈ അവാർഡ് വാങ്ങിച്ചു കൊടുത്തതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല കൂടെ വേണു ഉണ്ടായിരുന്നു പണം മുടക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ അനാമികയോടും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് അവാർഡ് കിട്ടിയത് അവളുടെ കഴിവുകൊണ്ടാണ്, അതിനെ ആരും താഴ്ത്തി കിട്ടാൻ ശ്രമിക്കേണ്ട. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കേട്ടോണ്ടൊന്നും നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശാണെങ്കിലും നല്ലോണം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നന്ദുവിന് ചിക്കൻ ബോക്സ് വന്നപ്പോൾ അനിയുടെ മുഖം മാറി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്തും ഇങ്ങനെ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, അനി നിന്റെ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരാണെന്നൊക്കെയാണ് പലരുടെയും വിചാരം. അപ്പോൾ എൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയോണ്ട് മാത്രം ഇങ്ങനെ അത് ഭാര്യ ഭർത്താക്കന്മാരാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്. അപ്പോൾ നിന്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഈ താലി ആര് കെട്ടിയതാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കല്യാണം കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു സൂചന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്നൊക്കെ തന്നെയാണ് കേട്ടോ അനാമികയാണെങ്കിലും പറയുന്നത്. അപ്പോൾ അനാമിക അങ്ങനെ പറയുന്ന സമയത്തും അത് അവർക്ക് അങ്ങ് ഇഷ്ടപ്പെടുകയൊന്നും ചെയ്യുന്നില്ല. പിന്നീട് അതൊക്കെ പറഞ്ഞ് അവരവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ ആദർശാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതും അനാമികയ്ക്ക് ഇഷ്ടാവുന്നില്ല. അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, കണ്ടോടാ ഭർത്താക്കന്മാരായാൽ അങ്ങനെയാണ്, മറ്റുള്ളവർ ഭാര്യമാരെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ അത് ഭർത്താക്കന്മാർക്ക് കൊള്ളും, അങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ ആ സമയത്ത് അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടനെ കൊണ്ടുവന്ന് നീ പറഞ്ഞല്ലോ, ഏട്ടത്തിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ എനിക്കും കൊള്ളും, കാരണം അത്രയ്ക്കും നല്ല മനസ്സാണ് ഏട്ടത്തിയുടെ, ഏട്ടത്തിനെ അനുകരിക്കാനും നിന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആദർശേട്ടന്റെ ഭാഗ്യമാണ് എൻ്റെ നയനേട്ടത്തി എന്ന് പറയൂ കേട്ടോ. ഓ അവളുടെ അനിയത്തിനെയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നിനക്കും കൂടെ ആ ഭാഗ്യം കിട്ടിയേനല്ലേ എന്നൊക്കെ ഇങ്ങനെ അനിയനോട് പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതിന് പറ്റില്ലല്ലോ, അപ്പോഴേക്കും നീ ഇങ്ങനെ എൻ്റെ വീട്ടുകാരെ സ്വാധീനിച്ച് നീ ഇങ്ങോട്ട് കയറി കൂടിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനാമികയാണെങ്കിലും അത് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അനാമിക പറയുന്നുണ്ടായിരുന്നു, എന്നിട്ടും നീ അവളും കൂടെ ഇപ്പോഴും എന്നെ ഇവിടുന്ന് പുറത്താക്കാനല്ലേ ശ്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ നന്ദുവിൻ്റെ പേരിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും കൂടെ. പിന്നീട് അനാമികയാണെങ്കിലും നേരെ ജാനകിയുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത്. പിന്നീട് ജാനകിനോടായി പരാതി പറയല്. അവൾക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് അറിഞ്ഞപ്പോൾ അമ്മയുടെ മകൻ ഇങ്ങനെ ഭയങ്കര സങ്കടമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, മോൾ ഏത് സമയത്തും ഇങ്ങനെ അനിയനെ വിമർശിക്കാൻ നിൽക്കാതെ അനിയനോട് അടുക്കാൻ നോക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എന്തിനാ അടുക്കാൻ നോക്കുന്നത്, അവൻ എന്നോടൊരു താല്പര്യമില്ല, അങ്ങനെയുള്ളവരെ സ്നേഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ അനാമിക ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇങ്ങനെ ഞങ്ങളൊക്കെയാണ് വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി ആണെങ്കിൽ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് എങ്ങനെയും പുറത്തു പോകാനല്ലേ അവർ ഇങ്ങനെ അമ്മയുടെ മകനെ ഞാൻ ഇവിടുന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് സന്തോഷമാവുള്ളൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ ആ സമയത്ത് മോളുടെ അച്ഛനും അമ്മയൊക്കെ വിഷമിക്കും, മോളതൊക്കെ അതോർത്തൊക്കെ മുന്നോട്ട് പോകണം എന്നൊക്കെ പറയാണ്ട്. പാകം അടുത്തു എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് ജലജയും കൂടെ അവരുടെ കൂടെ കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോള് പറഞ്ഞത് കേട്ടില്ലേ, എന്നിട്ടും നീ എന്താ ജാനകി നിന്റെ മകനെ ഉപദേശിക്കാത്ത ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു മടുത്തു, ഇനിയിപ്പോൾ മോളാണ് മോളുടെ സ്വഭാവം മാറ്റേണ്ടത് എന്നൊക്കെ ഇങ്ങനെ അനാമികയോടും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജലജയാണെങ്കിലും പറയുകയാണ്, നവ്യ നയനിയൊന്നും ഇങ്ങനെ അനാമിക മോൾക്ക് ഇപ്പോൾ ഒരു വിലയും കൊടുക്കുന്നില്ല, മോൾ ആകെ മടുത്ത് നടക്കുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും അനാമികയ്ക്കും ആകെ ദേഷ്യമാണ് കേട്ടോ. എനിക്ക് എല്ലാം കൊണ്ടും മടുത്തു എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോകുന്നുണ്ടായിരുന്നേ. ഈ സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു, ജാനകി മോളാകെ മടുത്ത് നടക്കുകയാണ് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുവേ. അപ്പോൾ എന്തായാലും ജാനകി പറയുന്നുണ്ടായിരുന്നു, അനാമിക മോളുടെ പകരക്കാരിയായിട്ട് എന്തായാലും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആരും വിചാരിക്കേണ്ട, അങ്ങനെ എങ്ങാനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കർമ്മം അന്ന് തന്നെ എൻ്റെ മകന് ചെയ്യേണ്ടി വരും എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ജലജയ്ക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ജലജ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ജലജയുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ജലജ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ആരാരുടെ കർമ്മം ചെയ്താലും എനിക്കും എൻ്റെ മക്കൾക്ക് സുഖമായിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ മതി എന്നൊക്കെയാണ് കേട്ടോ ഓർക്കുന്നത്.
പിന്നീട് അനിയാണെങ്കിൽ നന്ദുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അസുഖമാണെന്ന് വിചാരിച്ച് ഫോൺ വിളിക്കുന്നതിൽ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ കനകയാണ് ഫോൺ എടുക്കുന്നത്. അനിയാണെന്ന് കണ്ടിട്ട് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം അനിമോനെ വിളിച്ചിട്ട് ഇങ്ങനെ വിളിക്കും. അപ്പം നന്ദു എവിടെയെന്ന് ചോദിക്കുമ്പോൾ നന്ദുവിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞില്ലേ, നന്ദു ഇങ്ങനെ അസുഖമായതുകൊണ്ട് ഫോൺ അടുത്ത് വെച്ചിട്ടില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ പിന്നീട് ഇങ്ങനെ അനിയനോട് പറയുന്നുണ്ടായിരുന്നു, മോൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലല്ലോ മോന് ഇങ്ങനെ നന്ദുവിനെ വിളിക്കുന്നതൊന്നും, അതുകൊണ്ട് ഇതൊക്കെ പരമാവധി കുറയ്ക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. അപ്പം നന്ദുവിന് ഇപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് ഒരാഴ്ച അടച്ചിട്ട് മുറിയിൽ കഴിയേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നാൽ പിന്നെ വെക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കോളങ്ങ് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പം അനിയാണെങ്കിലും അമ്മയെന്ന് വിളിക്കുന്നുണ്ട്, എന്തോ പറയാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കനക. പിന്നീട് ഗോവിന്ദനാണെങ്കിലും അങ്ങോട്ട് വരുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, അനിമോനാണ് വിളിച്ചത്, നന്ദൂട്ടൻ്റെ ഫോണിലേക്കാണ് വിളിച്ചത് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ അത്ര സന്തോഷത്തിലൊന്നുമല്ല അനിയനോട് സംസാരിച്ചതെന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, അത് നന്നായി, അവർ തമ്മിൽ അടുക്കാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഗോവിന്ദനും. പിന്നീട് കനക പറയുന്നുണ്ടായിരുന്നു, ആ ജ്യോത്സ്യൻ പറഞ്ഞ കാര്യം ഞാൻ ഗോവിന്ദേട്ടനോട് പറഞ്ഞായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. ജ്യോത്സ്യന്മാർ പറയുന്നതൊന്നും എല്ലാം ശരിയാവണം എന്നൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ 2 മക്കൾക്ക് പിന്നാലെ നന്ദൂട്ടനും കൂടെ അങ്ങോട്ട് പോകുന്നതിനോട് നമുക്കും ഒരു യോജിപ്പില്ലല്ലോ. അത് മാത്രമല്ല, നവിക്കും നയനയ്ക്കൊന്നും നന്ദൂട്ടൻ അങ്ങോട്ട് ചെല്ലുന്നതും എന്നോട് യോജിപ്പില്ല എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അന്ന് ഇങ്ങനെ നന്ദൂട്ടം അങ്ങനെ ഒരു മോതിരം ഫ്രണ്ട്സ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, അത് അനിമോനാണോ കൊടുത്തതെന്നുള്ള സംശയം എനിക്ക് നന്നായിട്ടുണ്ട് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അനി എന്തിനാ മോൾക്ക് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നത്, അവനൊരു ഭാര്യ ഉള്ളപ്പോൾ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദനാണെങ്കിലും ചോദിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും നല്ല രീതിയിലൊന്നല്ലല്ലോ മുന്നോട്ട് പോകുന്നത്, അവരിങ്ങനെ ഒരു മുറിയിൽ കഴിയുന്നുണ്ടെങ്കിൽ ശത്രുക്കളെ പോലെയാണ് കഴിയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ മോള് കാരണം അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്, അതിന് നമ്മളായിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ കനകയാണെങ്കിലും ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് നയനയാണെങ്കിൽ എന്തോ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തോ ഒരു മരുന്നും ആയുർവേദ മരുന്നും ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. എന്നിട്ട് നയനോട് അത് കുടിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കരളിനും ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്, ഇത് കുടിക്കുകയെന്ന് പറയും. എന്നാൽ പിന്നെ അമ്മയല്ലേ ഇത് കുടിക്കേണ്ടത്, അമ്മ കുടിച്ചോ എന്ന് പറയും. അത് ശരിയാവില്ല, ഞാനിത് ഒരുപാട് കുടിച്ചതാണ്, മോള് കുടിക്കുകയെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേരിലൊരു ഇതുണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്നേഹത്തോടെയുള്ള ഒരു വഴക്കാണ്. അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, അമ്മ പകുതി കുടിച്ചിട്ട് എനിക്ക് താന്ന് പറയട്ടോ. അപ്പോൾ അത് വേണ്ടാന്നൊക്കെ പറയുമ്പോൾ അത് അമ്മയാണോ തീരുമാനിക്കുന്നത്, വേഗം കുടിച്ചിട്ട് എനിക്ക് താന്ന് പറയുമ്പോൾ ദേവയാനി അത് പകുതി അങ്ങ് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇവരിവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ജലജയാണെങ്കിലും അവിടുന്ന് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നൈന അത് കാണുകയാണ്. അപ്പോൾ അപ്പച്ചി വരുന്നുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ആ സമയത്ത് ദേവയാനിയാണെങ്കിലും കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് നയനയുടെ നേരെ അങ്ങ് നീട്ടാണ് കേട്ടോ. എന്നാ കുടിക്കിന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യത്തിലൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത്. ജലജ കേൾക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ അവാർഡ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് വെയിലത്ത് ഇറങ്ങി നടന്നോളും. എന്നിട്ടിപ്പോൾ ജലദോഷവും തലവേദനയൊക്കെയാണ് എന്നാ പറയുന്നതെന്നൊക്കെ പറയട്ടോ ജലജ വരുമ്പോൾ. അപ്പോൾ ജലജ വന്നിട്ട് ചോദിക്കുന്ന സമയത്താണ് അത് പറയുന്നത്, ഇവളുടെ ഭർത്താവാണ് വന്ന് എന്നോട് പറഞ്ഞത്, ഇനിയിപ്പോൾ കഷായം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവൾ അങ്ങ് പോവുമല്ലോ അവളുടെ പാട്ടിന് അവളുടെ വീട്ടിലേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവൾ പോകണമെങ്കിൽ അങ്ങ് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, അപ്പോൾ എൻ്റെ മകൻ്റെ സങ്കടം നീ തീർക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുന്നുണ്ടായിരുന്നു. ഇവക്ക് ചിലപ്പോൾ ഒരു അസുഖം ഉണ്ടാവില്ല, ഇവളെ ഏട്ടത്തിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നയനെ നോക്കിയിട്ട് പറയാനായിട്ട്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ല എന്ന് പറയൂ കേട്ടോ. പിന്നീട് ജലജ ദേവയാനിയുടെ സ്വഭാവം ഇങ്ങനെ പാടെ മാറിയതിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും തലച്ചോറിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാലാണ് സ്വഭാവത്തിന് ഇതുപോലെയുള്ള മാറ്റം ഉണ്ടാവുക. ഇതിപ്പോൾ കരളിന് അസുഖം വന്നപ്പോൾ ഏട്ടത്തിയുടെ സ്വഭാവം ആകെ മാറിപ്പോയല്ലോ, ഇവളിങ്ങനെ ആ അവസരം മുതലാക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ അമ്മയുടെ തലച്ചോറ് ചിലപ്പോൾ കരളിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുന്ന സമയത്ത് ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു, കണ്ടോ ഇവളിങ്ങനെ ഏട്ടത്തിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നയനോട് പറയുന്നുണ്ടായിരുന്നു, ആ കഷായം കുടിച്ചിട്ട് ആ ഗ്ലാസ് അങ്ങ് താന്ന് പറയട്ടോ. അപ്പം നയന കഷായം കുടിച്ച് ആ ഗ്ലാസ് അങ്ങ് കൊടുക്കുകയും ചെയ്യാണ്. ഇനി അതും കൂടെ കൊണ്ടുപോയി കഴുകി വെക്ക്, ഏട്ടത്തി ഇപ്പോൾ അവളുടെ ജോലിക്കാരി ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ ഉള്ളതിൽ ജലജ പറയുന്ന സമയത്ത് അപ്പച്ചിക്ക് ഇത്ര സങ്കടം ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ അപ്പച്ചി കൊണ്ടുപോയി കഴുകി വെക്കുകയെന്ന് പറയാണ് കേട്ടോ. അത് ജലജയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ജലജ പറയുന്നുണ്ടായിരുന്നു, നിന്റെ വീട്ടിലൊരുത്തിണ്ടല്ലോ, അവളെ വിളിച്ചുകൊണ്ടുവന്ന് ഇവിടെ നിർത്ത്, അത് കഴുകി വെക്കാനെന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് പോവാണ്. ജലജ അങ്ങ് പോയി കഴിയുന്ന സമയത്ത് ദേവയാനി നയനയും കൂടെ നിന്നിട്ട് ഭയങ്കര ചിരിയാണ് കേട്ടോ. എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തിനാ മോളെ അവളെ ഇങ്ങനെ ചൊടിപ്പിക്കാൻ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നയന പറയും, ഇതൊക്കെ ഒരു രസമല്ല അമ്മയെന്ന് പറയും കേട്ടോ. പിന്നീട് നയന ദേവയാനിനോട് പറയുന്നുണ്ടായിരുന്നു, ഇനി ഇതുപോലെയുള്ള കഷായമൊന്നും അമ്മ ഉണ്ടാക്കി കൊണ്ടുവരരുത്
സമയത്ത് ഇത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാനിത് ഒരുപാട് ഇങ്ങനെ കഴിച്ചതാണ്. എനിക്ക് അമ്മ ഒരുപാട് തവണ ഇത് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നയന് ചോദിക്കും അതുകൊണ്ട് ഞാനും ഇത് ഇങ്ങനെ കുടിക്കണം എന്നാണോ അമ്മ പറയുന്നതെന്ന് പറയുമ്പോൾ ദേവേനി പറയാണ് നീ എൻ്റെ മുത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് താടിക്ക് അങ്ങ് പിടിച്ച് ഇങ്ങനെ രണ്ടുപേരും കൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ